ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിവട. ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയിലോട്ട് ആവശ്യത്തിന് സോൾട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ മിക്സ് ചെയ്യുക. ഇനി ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഏകദേശം 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഉള്ളി ഇപ്പോൾ ഒന്ന് വാടി വെള്ളം കുറേശ്ശെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാശ്മീരി മുളക് പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിലോട്ട് 1/2 കപ്പ് കടലമാവ് ഇതുപോലെ കുറേശ്ശെ ആയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉള്ളിവട തയ്യാറാക്കാനുള്ള മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഉടനെ തന്നെ നമുക്ക് വട ഉണ്ടാക്കിയെടുക്കണം. ഇതിനു വേണ്ടി ഒരു ഫ്രൈങ് പാനിലോട്ട് വട വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് ചൂടാക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിനു ശേഷം മാവ് കുറേശ്ശെ കൈകൊണ്ടെടുത്ത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഉണ്ടാക്കി ചൂടുള്ള എണ്ണയിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ബജി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം മീഡിയത്തിലോട്ട് വയ്ക്കാം. നമ്മുടെ ഉള്ളിവട ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതൊരു പേപ്പർ ടവലിലിട്ട പാത്രത്തിലോട്ട് കോരി മാറ്റി വയ്ക്കുക. അങ്ങനെ നമ്മുടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ തനി നാടൻ സ്റ്റൈലിലുള്ള ഉള്ളിവട റെഡി ആയിട്ടുണ്ട്.